ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്നാണ്. അതിൽ ആർക്കും തർക്കമില്ല, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ്. പക്ഷെ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഗാന്ധിവധം പഠിപ്പിക്കുമ്പോൾ NEPയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധിവധത്തിൽ വേണമെങ്കിൽ അവർക്ക് പറയാം, പഠിപ്പിക്കാം, ഗാന്ധിയെ കൊന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ RSSനെ നിരോധിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ RSSന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിൽ ഒപ്പിടാൻ സംസ്ഥാനത്ത് നിർബന്ധിച്ച് മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ അത് ഒപ്പിട്ട് കഴിഞ്ഞതോടെ ഭരണമുന്നണിയിൽ ഭിന്നിപ്പുണ്ടായി. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനത്തിലേക്ക് CPI എത്തിച്ചു. ഇത് BJPയുടെ തന്ത്രമാണോ? ഒരിക്കലുമല്ല. കാരണം സർക്കാർ പറയുന്നത് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടു, കാശ് കിട്ടാൻ വേണ്ടിയാണ്, പക്ഷെ ഞങ്ങൾ NEP അംഗീകരിക്കുന്നില്ല. ആ വാദം പൂർണ്ണമായിട്ടും തെറ്റാണ്. PM ശ്രീയുടെയും NEPയുടെയും പല വിശദാംശങ്ങളും പരിശോധിക്കുമ്പോൾ ഇവിടെ നടന്ന പ്രചാരണങ്ങൾ പലതും വസ്തുതാവിരുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഗോമൂത്രം കുടിപ്പിക്കുന്നു, കാവ്യവൽക്കരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു വസ്തുത. ഈ NEP വിഭാവനം ചെയ്യുന്നത് എല്ലാ മേഖലകളിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാറ്റമാണ്, സ്ട്രക്ചറലായിട്ടുള്ള മാറ്റമാണ്. അത് പ്രീ പ്രൈമറി ആയാലും പ്രൈമറി ആയാലും പ്രീ സ്കൂൾ ആയാലും അതുപോലെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ആയാലും വിദ്യാഭ്യാസം കൊഴിഞ്ഞു പോയിട്ടുള്ള ഡ്രോപ്പ് ഔട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസമായാലും ആ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമായാലും ആ മേഖലയിലെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. PM ശ്രീയെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ കരിക്കുലം അതാണ് ഒരു വലിയ തോതിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് പോയിൻ്റായിട്ട് ഇപ്പം നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അത് ഒരുവിധം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്, കാരണം പല നല്ല കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവരിപ്പോഴും അംഗീകരിക്കാത്ത ഒരു കാര്യം, നേരത്തെ വീണു സൂചിപ്പിച്ചതുപോലെ ആശയപരമായി അവർ ഉയർത്തിപ്പിടിച്ച കുറേ കാര്യങ്ങളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്നാണ്. അതിൽ ആർക്കും തർക്കമില്ല, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ്. പക്ഷെ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഗാന്ധിവധം പഠിപ്പിക്കുമ്പോൾ NEPയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധിവധത്തിൽ വേണമെങ്കിൽ അവർക്ക് പറയാം, പഠിപ്പിക്കാം, ഗാന്ധിയെ കൊന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ RSSനെ നിരോധിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ RSSന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. അവർക്കറെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കാതിരിക്കാം. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാവർക്കർ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ എന്ന് ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല. സാവർക്കറുടെ ശരിയായ ചരിത്രം, അദ്ദേഹം ആൻഡമാനിൽ അനുഭവിച്ച ദുരിതങ്ങൾ, അത്ര പതിറ്റാണ്ടുകൾ കടന്ന ചരിത്രം, ഇതൊക്കെ പറയേണ്ടി വരും. ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നത് എന്താണ്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക്ദളും സമാനമായ 4 പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് അവർ പഠിപ്പിച്ചത്. അതിനി അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ലോക്ദളും ജനസംഘവും എല്ലാം ചേർന്ന്, സംഘടനാ കോൺഗ്രസും എല്ലാം ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്ന് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിൽ ഇങ്ങനെ ഓരോ കാര്യം. ഇപ്പൊ മാപ്പിള കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ. മലബാർ ലഹളയെ കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കർഷക ലഹളയായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. മലബാർ ലഹളയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വംശഹത്യയെക്കുറിച്ച് കൂടി അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. എന്താ കാരണം? SCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നതെങ്കിലും എല്ലാ മാസവും അതിന് റിവ്യൂ ഉണ്ട്. SCERT എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും റിവ്യൂ ഉണ്ട്. NCERTയുടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു കള്ളപ്രചരണമാണ് ലെഫ്റ്റ് നടത്തുന്നത്.
പ്രധാനമന്ത്രിയുടെ ഒക്കെ തന്നെയുള്ള പ്രസംഗങ്ങളിലൂടെ ഇപ്പോൾ എന്തിനാ നമ്മുടെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിച്ചാൽ മതിയല്ലോ. നമ്മൾ നാളിതുവരെ കണ്ട അതല്ലല്ലോ. പ്രസിഡന്റിന് മുൻപിൽ പോയത് ഈ പറയുന്ന ധ്വജമോ കുന്തം പോലെ ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പുതിയ ചില ചിഹ്നങ്ങൾ നമ്മൾ കാണുകയാണ്, പുതിയ ചില കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് വളരെ സട്ടിലായിട്ട് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഗോഡ്സെ അല്ല കൊന്നതൊന്നും പഠിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കും, അത് മതിയല്ലോ. അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. അങ്ങനെ ഒരു സാമാനം കാണണോ? വേണ്ട. എന്നിട്ട് ഇതുപോലെ പല ഇല്ലാത്ത കാര്യങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണിക്കുന്ന പല ഗ്രാമാന്തരങ്ങളുണ്ട്. അവിടെ സ്കൂളുകളിൽ പോകാൻ തന്നെ കഴിയുന്നില്ല എന്ന് പറയുന്നു. അവിടെയും ഇവിടെയും ഒരേ നയം നടപ്പിലാക്കണമെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും? കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾ തീരുമാനിക്കും സെൻട്രലൈസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഫെഡറലിസം അവിടെ തീർന്നില്ലേ പല രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ വലിയ വിപുലമായ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടേണ്ട ഒരു വിഷയമാണിത്. അവിടെയാണ് പോയിട്ട് ഒരാലോചനയും ഇല്ലാതെ പോയി സറണ്ടർ ചെയ്തിട്ട് വരുന്നു. നമ്മളിവിടെ ഒരു ക്യാബിനറ്റില്ലേ, ഒരു മന്ത്രിസഭയില്ലേ? ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? നയരൂപീകരണ സമിതികൾ പലതുണ്ടല്ലോ, ഇതെന്തിനാണ്? ഇപ്പോഴത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ അധികാരം തനിക്കുണ്ട് എന്ന് ധരിച്ചു വശമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാർട്ടി അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ മുന്നണി അറിഞ്ഞിട്ടില്ല. ക്യാബിനറ്റിലെ മന്ത്രിമാർ പുറത്തു വന്ന് ഞങ്ങൾ തീരുമാനിച്ചതിന് വിരുദ്ധമായിട്ടാണ് ഇത് കരാർ ഒപ്പിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ബഹളമെല്ലാം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും തർക്കമല്ല. എൻ്റെ മറ്റ് രണ്ട് സുഹൃത്തുക്കൾക്ക് തർക്കം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. CPIക്ക് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ 1-2 മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് ഈ സർക്കാരുമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം CPI ഈ പറയുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പേ അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ 3 സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇത് ഒപ്പിട്ടു. കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കുന്നു. അവിടെ ഒന്നും കാവ്യവൽക്കരണം ഉണ്ടായിട്ടില്ല. അവിടെ ഒന്നും RSSന്റെ അജണ്ട ഇവിടെ ചർച്ചയായിട്ടില്ല. ഞാൻ എന്താണ് സൂചിപ്പിച്ചത്, കമ്മ്യൂണിസ്റ്റുകാർ കാലാകാലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശവിരുദ്ധ പ്രചാരണങ്ങളും അവരുടെ ഐഡിയോളജിയും, ഇത് കേരളമാണ്, ഇത് വേറെ ഒരു രാജ്യമാണ്, ആ നിലയിലുള്ള ഒരു പ്രചരണം ഇവിടെ നടത്തിയതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം മറ്റുള്ളവർ കൂടി ഇത് ബാധ്യതയായി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കടുത്ത എതിരാളിയായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇവിടെ സഫ്രണൈസേഷൻ ആണെന്നുള്ള സമരമില്ല, കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളമില്ല, ചരിത്രത്തെ വളച്ചൊടിക്കുന്നുള്ള ബഹളമില്ല. ചരിത്രത്തെ വളച്ചൊടിക്കുന്നില്ല, തെറ്റായ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനി നടപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പച്ച പരമാർത്ഥം. അല്ലാതെ പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതെല്ലാം ഇവിടെ ഉടനെ നടപ്പാക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇനി അവർക്ക് ഗാന്ധിവധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വസ്തുതകൾ പഠിപ്പിക്കേണ്ടി വരും, സാവർക്കറെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വസ്തുതകൾ പഠിപ്പിക്കേണ്ടി വരും, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വസ്തുതകൾ പഠിപ്പിക്കേണ്ടി വരും, മാപ്പിള ലഹളയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വസ്തുതകൾ പഠിപ്പിക്കേണ്ടി വരും. അല്ലാതെ ഒരു കാവ്യവൽക്കരണമോ ചരിത്രത്തിന്റെ തിരുത്തോ ഇവിടെയില്ല. ഒപ്പിട്ടത് ന്യായീകരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ, അതിന് കിട്ടിയ തുക അതിവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം പറയുന്നത് കേട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇത്ര അധികം പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ടെന്നും അതൊന്നും ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾക്ക് പണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും. അദ്ദേഹം PM ശ്രീയിൽ ഒപ്പിട്ടത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷെ അതിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ 10-20 പദ്ധതികളുടെ പേരും അതിലൂടെ കിട്ടിയ പണവും വെളിപ്പെട്ടു. രാഘവൻ പറഞ്ഞത് വാസ്തവം. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. Yeah.